എടീ, വന്ന വഴി നീ മറക്കരുത്. എവിടെ ചെന്നാലുവേ നാണം കെടുന്നത് ഞാനാ. നിനക്ക് വേണ്ടി ഈ മാമ മാമ എന്നുള്ള വിളിയെ ഞാൻ എത്ര നാളെ കേൾക്കുന്നെന്ന് അറിയാമോ? ഇപ്പൊ ഇവിടെയും കേട്ടു. നീ മുഖ്യമന്ത്രിയെ കാണാൻ മേളിൽ കയറിയപ്പോഴേ പത്രക്കാർ മാറ്റി നിർത്തി എന്നെ പരിഹസിച്ചത് എത്രമാത്രം നിനക്കറിയാമോ? ഓ, എന്റെ തൊലി ഉരിഞ്ഞു പോയി. എന്നിട്ട് ഞാൻ കൂടെ നടക്കുന്നില്ലേ? ദാ ഇപ്പോഴും നടക്കുക. സിനിമയിൽ അഭിനയിക്കണം എന്ന് മോഹമായിട്ട് നടന്നതേ ഞാനല്ല, നീയാ. മാധുരി ദീക്ഷിതെന്നോ മറ്റതെന്നോ മറിച്ചതെന്നോ പേര് കേട്ടപ്പോഴേ നീ അങ്ങ് നെളിച്ചു പോയി. വല്ല സിനിമാക്കാരനും വന്ന് വിളിച്ചപ്പോഴേ നിന്റെ കൂടെ വയ്യാത്ത ഞാൻ ഇറങ്ങി വന്നതേ നിനക്ക് വേണ്ടിയാ. അന്ന് തുടങ്ങിയ ഗതികേടായത്. ഹോ, ഇപ്പൊ നാട്ടിൽ ഇറങ്ങാൻ വയ്യ, വീട്ടിലും കയറാൻ വയ്യാതായി. നാണം കെട്ട് നിന്റെ കൂടെ നടക്കുന്നതിന് ഫീസ് വേറെ തരണം. ഹോ, ഇപ്പൊ കുറച്ച് കള്ളു കുടിച്ചതാ കുഴപ്പമായത്. അങ്ങനെ നാണം കെട്ടെ കൊച്ചാപ്പൻ എന്റെ കൂടെ നടക്കണ്ട. വേണ്ട, നടക്കണ്ട. ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ജീവിച്ചോളാം, ഒറ്റയ്ക്ക് നിന്നോളാം. എനിക്ക് ആരുടെ കൂട്ട് വേണ്ട. ഇങ്ങനെയുള്ള സഹായങ്ങളുമായിട്ട് എന്റെ ജീവിതം, ഈ ഉള്ള ജീവിതം കൂടെ നശിപ്പിക്കാനായിട്ട് നിങ്ങൾ കയറി വരായിരുന്നാ മതി കേട്ടോ. ഒന്ന് പോയിത്താ. അപ്പൊ പോണോന്നാ നീ പറയുന്നത്? പോണം. ഇവിടെ ഇപ്പൊ എന്റെയും ഈ താഴെ താമസിക്കുന്നവരുടെ മനസ്സമാധാനം പോവാതിരിക്കാനായിട്ട് കൊച്ചാപ്പ പോകുന്നു നല്ലത്. വെറുതെ കള്ളു കുടിച്ച് വായിട്ടടച്ച് നടക്കുന്നു.